ഹലോ! ഇന്നൊരു ഈവനിംഗ് വ്ലോഗാണ് ട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. ഇച്ചായൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഇച്ചായൻ വന്ന ടൈമില് ഞങ്ങള് കിടന്ന് ഉറങ്ങായിരുന്നു. ഞങ്ങക്ക് ഒരു ചെറിയൊരു പനിയുടെ ഒരു ആരംഭം. ഇച്ചായൻ തന്നെയാണ് പനി ഞങ്ങക്ക് കൊണ്ടുവന്ന് തന്നത്. ഇച്ചായൻ വന്നപ്പോ ഞാൻ എഴുന്നേറ്റു. പിന്നെ ഇച്ചായനും പനിയുള്ളതുകൊണ്ട് ഇച്ചായൻ വന്നപ്പോ ക്ഷീണായിരുന്നു. അപ്പൊ ഇച്ചായനും കിടന്ന് കുറച്ചേരം ഉറങ്ങി. അപ്പോഴത്തേനും ഞാൻ വേഗം എഴുന്നേറ്റ് കുളിച്ചു. ഇന്ന് ഞങ്ങക്ക് സാറ്റർഡേ ആയതുകൊണ്ട് പള്ളി പോണം. കുളി കഴിഞ്ഞ് വന്നിട്ടും ഇച്ചായനും കൊച്ചും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചായ ഉണ്ടാക്കായിരുന്നു. ചായയും പിന്നെ സെറമോക്ക് കുറുക്കും ഉണ്ടാക്കി ഞാൻ. കുറുക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും സേറമോള് ഇച്ചായൻ എഴുന്നേറ്റായിരുന്നു. പിന്നെ അവിടെ കുറച്ചേരം കളിച്ച് കിടന്നു. പിന്നെ ഞാൻ സേറമോളെ എടുത്ത് കുറുക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇച്ചായൻ ഞങ്ങൾക്കൊരു സർപ്രൈസ് തന്നു. എന്റെയും സേറമോളുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആ ഫോട്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇച്ചായൻ വേറൊരു ഫോട്ടോയും കൂടെ കൊണ്ടുവരുന്നത്. അത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സേറമോളെ ഞാൻ വേഗം റെഡിയാക്കി. ഇന്ന് കുളിപ്പിച്ചില്ല, അവളെ തുടപ്പിച്ചെടുത്തോളൂ. അവൾക്ക് ചെറിയൊരു പനിയുടെ ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തുടപ്പിച്ചെടുത്തോളൂ. പിന്നെ ഞാനും വേഗം പോയി റെഡിയായി. അതിനിടയിൽ ഇച്ചായനും വേഗം പോയി റെഡിയായിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒട്ടും ലേറ്റ് ആക്കാണ്ട് വേഗം തന്നെ ഇറങ്ങി. കാരണം എല്ലാ പ്രാവശ്യം ഞങ്ങൾ പള്ളിയിലെത്തുമ്പോഴത്തേനും കുർബാന പകുതിയാവാറുണ്ട്. ഞങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല, ട്രാഫിക്കാണ്. സാറ്റർഡേ സൺഡേ ഭയങ്കര ട്രാഫിക് ആയിരിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ലിഫ്റ്റിൽ കയറുന്നതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ലിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചായൻ ഫസ്റ്റ് കയറി, പിന്നെ ഞാനും സെറമോളെ കയറിയത്. അപ്പൊ ലിഫ്റ്റിന്റെ ഡോറ് വേഗം തന്നെ അടഞ്ഞു. ഞാനൊരു നിമിഷം ശരിക്കും സ്റ്റക്കായിപ്പോയി. ലിഫ്റ്റിന്റെ അകത്ത് ഓൾറെഡി ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അതിലൊരു കൊച്ചും ഉണ്ടായിരുന്നു കേട്ടോ. ആ കൊച്ച് ഡോറ് ക്ലോസ് ചെയ്യണ ബട്ടൺ പിടിച്ച് അമർത്തി. ചെറിയ കൊച്ചായിരുന്നു, പക്ഷെ നമ്മൾ പാരന്റ്സ് ആണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിള്ളേർക്ക് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി കയറി പള്ളിയിലെത്തി. മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ എടുത്തതുകൊണ്ട് അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് വേഗം തന്നെ അകത്ത് കയറി. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാ സാറ്റർഡേസിലെയും പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ കുർബാനയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോഴും നല്ല ട്രാഫിക്കായിരുന്നു. പക്ഷെ എല്ലാ ആഴ്ചയിലത്തെയും പോലെ ഈ പ്രാവശ്യം അധികം ട്രാഫിക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചതിലും വേഗത്തിൽ ദുബായിലെത്തി. പിന്നെ ഇപ്പം ഞങ്ങൾ 2 ആഴ്ചയായിട്ട് ഒരു ബേക്കറി കയറാറുണ്ട് കേട്ടോ. അവിടെ നല്ല ഫ്രഷായിട്ട് പഫ്സും സാൻഡ്വിച്ചും കിട്ടാറുണ്ട്. അത് അവിടെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ചൂടോടുകൂടി തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയേ വേണ്ട, നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ആ ബേക്കറി 24 hours വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഗ്രോസറി പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നെസ്റ്റോയിലേക്കാണ് അടുത്ത യാത്ര. അതിനുള്ളിൽ ഞങ്ങൾ ഇന്ന് ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. സാധാരണ ഞങ്ങൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്യാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് എല്ലാവർക്കും ചെറിയൊരു പനിയുടെ ആരംഭമുള്ളതുകൊണ്ട് ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ നെസ്റ്റോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇന്ന് ഞങ്ങൾ ഞണ്ടാണ് വാങ്ങിച്ചത് കേട്ടോ. കുറേ നാളെ ഞണ്ട് കറി വെച്ചിട്ട്, അപ്പോൾ ഇന്ന് ഫ്രഷായിട്ട് ഞണ്ടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ആഴ്ചയിലെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഓർഡർ ചെയ്ത ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയി. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം വണ്ടിയിലിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സമയം നോക്കിയത്. സമയം നോക്കിയപ്പോൾ 1 മണി കഴിഞ്ഞായിരുന്നു.
എല്ലാ ആഴ്ചയിലും ഇത്രയൊക്കെ സമയം ആവാറുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ കയറുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ റൂമിലെത്തി നല്ല ബിരിയാണിയും ഷാപ്പിലെ ചിക്കൻ കറിയൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ അടിച്ച് സുഖമായി കിടന്നുറങ്ങി.